ഈ ലോകത്തിലെ സമസ്ത ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് സമന്മാരായിട്ടാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ ലോകചരിത്രം കാണിച്ചു തന്നതുപോലെ പല അവാന്തര വിഭാഗങ്ങളായി പിരിഞ്ഞു. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ജൂതർ, പിന്നെ ഇതൊന്നും ബാധകമല്ലാത്ത ഒരു മതവും ഇല്ലാത്തവരും. പക്ഷേ പ്രകൃതിക്ക് മുമ്പിൽ ഈ വക യാതൊരുവിധ വകതിരിവുകളും ഇല്ല എന്ന് ഈ വയനാട്ടിൽ നമ്മുടെ മുന്നിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന മഹാദുരന്തം പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്നു. അലറി വരുന്ന മണ്ണിനും ചളിക്കും പാറയ്ക്കും പുഴയ്ക്കും മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവർ എന്ന് ഒരു വ്യത്യാസവുമില്ല. സ്ത്രീ പുരുഷ ബാല വ്യത്യാസമില്ല. മരണത്തിനും ജീവനും മുന്നിൽ എല്ലാവരും സമന്മാർ തന്നെ. എന്നാൽ ആ മരണപ്പെട്ടവരിൽ ഈശ്വര വിശ്വാസികളായിരുന്നവരും അല്ലാത്തവരും ഉണ്ടാകാം. അവർ തങ്ങളുടെ മരണത്തിന് തൊട്ടു മുമ്പിൽ ഈശ്വരനോട് സർവാത്മന പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ പ്രാർത്ഥന മുഴുവനാക്കാൻ പോലും അരനിമിഷം പോലും ലഭിച്ചിട്ടുണ്ടാകില്ല. അതുപോലെ പ്രാണൻ രക്ഷപ്പെട്ടവർ ഈശ്വരന് മുന്നിൽ ജീവന് വേണ്ടി കെഞ്ചി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. അതങ്ങനെയാവട്ടെ. എന്നാൽ തങ്ങളുടെ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ വേരൂന്നിയ സമൂഹം എന്ന നിലയിൽ സഹജീവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തന്നാൽ കഴിവത് ചെയ്യുക എന്നത് ഓരോരുത്തരുടെയും ചുമതലയും ധർമ്മവുമാണ്. ആയതിനാൽ പ്രാണൻ വീട് കിട്ടിയവരുടെ നിലനിൽപ്പിനും സൗഖ്യത്തിനു വേണ്ടിയും അവരുടെ മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയും മരണപ്പെട്ട ഹതഭാഗ്യരുടെ പരലോക ജീവിതത്തിന്റെ നിത്യശാന്തിക്ക് വേണ്ടിയും അവരുടെ സജീവ ഓർമ്മകൾക്ക് മുമ്പിലും നമുക്ക് അവർ ശീലിച്ചു വന്ന രീതിയിൽ പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളാൽ കഴിയും വിധം ദുരന്തത്തിൽ ബാക്കിയായവർക്ക് കൈത്താങ്ങാകാം, ഒരു ചെറു തണലെങ്കിലും ആകാം. സർവമത പ്രാർത്ഥനാ സംഗമം ഏറ്റവും ആദരവോടെ ഇവിടെ ആരംഭിക്കുന്നു. വയനാട് ചൂരന്മല ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മശാന്തിക്കായി മൗന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പരേതർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. താങ്ക് യു ഓൾ. സർവമത പ്രാർത്ഥനാ സംഗമത്തിനെ എത്തിച്ചേർന്നവർക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി ബത്തേരിയുടെ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ കീപ്പള്ളിയച്ചനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരെ, വന്യ ഗുരുഭൂതന്മാരെ, സ്നേഹമുള്ള ഈശ്വര വിശ്വാസികൾ, വയനാട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ ഈ ഒരു കൂടിവരവ് നാളിതുവരെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ള മറ്റ് മീറ്റിങ്ങുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കൂടിവരവ് ആണ്. വലിയ ആർഭാടങ്ങളോ വലിയ ബഹളങ്ങളോ ഒന്നുമില്ലാതെ ശാന്തമായി നാം വിശ്വസിക്കുന്ന നമ്മളുടെ ദൈവ തിരുമുൻപാകെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയതായ പുണ്യപ്പെട്ട സഹോദര സഹോദരിമാരുടെ, കുഞ്ഞനുജന്മാരുടെ, അനുജത്തിമാരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുക, പ്രാർത്ഥിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മെ വിട്ടുപിരിഞ്ഞ ആ പ്രിയപ്പെട്ട മക്കളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുകയാണ്, പ്രണാമം നേരുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളോടൊപ്പം ജീവിച്ചതായ പ്രിയപ്പെട്ട മക്കളാണ്
രാത്രിയിൽ ശാന്തതയോടെ സമാധാനത്തോടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും സന്തോഷവും പങ്കുവച്ച് രാത്രിയുടെ യാമത്തിൽ സുഖനിദ്രയ്ക്ക് പോയി പിറ്റേന്നത്തെ പ്രഭാതം കാണുവാൻ ഇടയാകാതെ പോയ പ്രിയപ്പെട്ട മക്കൾ, അവർക്ക് വേണ്ടി നമുക്ക് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അവർക്ക് നിത്യസമ്മാനം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ബത്തേരിയുടെ ഹൃദയഭാഗത്ത് അനുഗ്രഹത്തോടെ ഭാഗ്യത്തോടെ ജീവിക്കുന്ന നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മെ വേർപെട്ടു പിരിഞ്ഞുപോയതായ ഈ മക്കളെ ഓർക്കുവാനും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനുമുള്ള തീരുമാനം എടുക്കുക എന്നുള്ളത്. അത് നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഈശ്വരൻ മുൻപാകെ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ കൃത്യവിലോപമായി തീരും എന്നുള്ളതിന് യാതൊരുവിധമായ സംശയവുമില്ല. ഈ ഒരു വലിയ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആദരണീയരായ മത ശ്രേഷ്ഠാചാര്യന്മാര്, സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങള്, സഹോദര സഹോദരിമാര് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ സഹർഷം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. നമ്മൾ 1 മണിക്കൂർ നേരം ദൈർഘ്യമുള്ള ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സമ്മേളനത്തില് ആമുഖ സന്ദേശം നൽകുന്നത് ബത്തേരി രൂപതാധ്യക്ഷൻ അഭിയന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ ദിവസം അഭിയന്യ പിതാവ് തന്നെയാണ് ഇതിനുള്ള ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള എല്ലാ മക്കളും ഒരു മാലയിൽ കോർത്തിട്ട മുത്തുപോലെ ഒരുമിച്ച് ചേർന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയതായ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരവസരം സംജാതമാക്കണമെന്നുള്ള തീരുമാനം കൈക്കൊണ്ടത്. അഭിയന്യ പിതാവിന്റെ സാന്നിധ്യം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അഭിയന്യ പിതാവാണ് ആമുഖ സന്ദേശം നൽകുന്നത്. ഏറ്റവും സ്നേഹത്തോടുകൂടി അഭിയന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്തയെ സഹർഷം ഞാൻ ഈ പ്രാർത്ഥനാ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മളുമായിട്ട് ഇന്ന് പ്രാർത്ഥനയിൽ നമ്മളെ നയിക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത്, വേദമന്ത്ര ജപം ചൊല്ലി സന്ദേശം നൽകുന്നത് വന്യനായ സ്വാമി കംസാനന്ദ പുരി ആണ്. നരനാരായണ അദ്വൈത ആശ്രമത്തിന്റെ അധിപൻ. അതോടൊപ്പം തന്നെ മലബാർ ഭദ്രാശ്രമത്തിന്റെ അധ്യക്ഷൻ അഭിനയനായ ഗീവർഗീസ് മാർ സ്തേഫാനോസ് മെത്രാപ്പോലീത്ത. ഖുർആൻ സന്ദേശം നമ്മൾക്ക് വേണ്ടി നൽകുന്നത് ബഹുമാനായ ഹാരിസ് ബഖവി കമ്പളക്കാട്, SKJന്റെ ജനറൽ സെക്രട്ടറി. ഈ 3 മഹത് വ്യക്തിത്വങ്ങളെയും ഈ പ്രാർത്ഥനാ സന്ദേശത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ സാന്നിധ്യം കൊണ്ട് ഇന്ന് ഈ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വൈദിക സഹോദരര്, ബഹുമാനപ്പെട്ട നമ്മുടെ അസംഷൻ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ ഉൾപ്പെടെ, ഈ വൈദിക ജില്ലയുടെ വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് ഒറവയ്ക്കലച്ചൻ ഉൾപ്പെടെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ വൈദിക സഹോദരരെയും സന്യസ്ത്രീയും പ്രാർത്ഥനാപൂർവം ഈ ഒരു സത്കർമ്മത്തിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമാൻ ജോയി ഖാദർ പട്ടാമ്പി ഉൾപ്പെടെയുള്ളതായ അൽമായ പ്രേക്ഷിതര്, സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, സന്യസ്തർ, പ്രിയപ്പെട്ട ദൈവജനം, ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവമത പ്രാർത്ഥനാ സംഗമത്തിന് ആമുഖ സന്ദേശം നൽകുന്നതിനായി ബത്തേരി രൂപതാധ്യക്ഷനും CBCI വൈസ് പ്രസിഡന്റുമായ ഹിസ് എക്സലൻസി ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവിനെ ഏറെ ആദരവോടെയും സ്നേഹത്തോടെയും ക്ഷണിക്കുന്നു.
സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങൾ, നമ്മളെല്ലാവരും ഇപ്പോൾ കഴിയുന്നത് ഒരു ദുരന്ത ഭൂമിയിലാണ്. വയനാട് അല്ലെങ്കിൽ കേരളം ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാത്ത രീതിയിൽ നമ്മളുടെ സഹോദരങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് കടന്നു പോവുകയും അനേകം ആൾക്കാർ ആശുപത്രികളിൽ നമ്മളുടെ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയും സഹായത്തിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇന്നലെ സാന്ദർഭികമായി 2 സഹോദരങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, തിരുമേനി, നമ്മൾ ഒരുപാട് ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ ദുഃഖങ്ങൾ സമർപ്പിച്ചുകൂടാ? ഇന്നലെ വൈകിട്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ചുരുങ്ങിയ സമയത്തിനുള്ള അറിയിപ്പ് കൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാ പ്രാർത്ഥനകളും ദൈവ സന്നിധിയിൽ ചെന്ന് ചേരുമെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം അത്ഭുതകരമായി പുറപ്പെടുവിക്കുന്നുവെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ അമ്പലങ്ങളും മോസ്കുകളും പള്ളികളും എന്നൊക്കെ പറയുന്നത്. നമ്മുടെ എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും ഏത് ഭാഷയിൽ സംസാരിച്ചാലും ദൈവം അത് കേൾക്കുകയും പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുകയും അതിന് അനുവസ്ഥരായി നമ്മളെ ജീവിക്കുകയും ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയച്ച ഒരു ലേഖനത്തിൽ ലോർദിൽ മാത്രം 50 ലക്ഷം അത്ഭുതങ്ങൾ നടന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേദനിക്കുന്ന സഹോദരങ്ങളെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം ഇടപെട്ട് ആ ദൈവത്തെ നമ്മൾ കൃഷ്ണനെന്നോ അള്ളായെന്നോ ക്രിസ്തുവെന്നോ ഒക്കെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ഇടപെട്ട് അവരെല്ലാവരെയും സൗഖ്യമാക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് സ്വർഗത്തിൽ മോക്ഷത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കളോട് ചേർന്നിരിക്കുന്നുവെന്നും നമ്മൾ വിശ്വസിക്കുകയാണ്. എല്ലാം തകർന്നു പോയവർക്ക് പ്രാർത്ഥന സമാശ്വാസം നൽകുന്നു. വെല്ലുവിളികളെ അതിജീവിക്കുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. മാനസിക സംഘർഷം അനുഭവിക്കുമ്പോൾ ഹൃദയങ്ങളിൽ സമാധാനം കടന്നു വരുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആത്യന്തികമായി ചെയ്യുവാനായിട്ടുള്ളത് ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട്, ഈശ്വരനോട് പ്രാർത്ഥിക്കുക മാത്രമാണ്. മനുഷ്യർ എത്ര നിസ്സഹായരാണെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങളാണ് കടന്ന് പോയത്. അതുകൊണ്ട് നമ്മുടെ വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഹൃദയത്തിൽ പേറി നടക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നമ്മുടെ നാടിന് നല്ല സമാശ്വാസം നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ പ്രാർത്ഥന നമ്മെ കൂടുതൽ ഈശ്വരനോട് ചേർന്ന് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള വലിയ അറിവിലേക്ക് നിന്ന് വളർത്തുന്ന അനുഭവമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് ഒരിക്കലും ആവർത്തിക്കാതിരിക്കുവാൻ ദൈവത്തിൻ്റെ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ടു പോയ അനാഥരായിട്ടുള്ള അനേകം സഹോദരീ സഹോദരങ്ങൾ പ്രാർത്ഥനയിൽ സമാശ്വാസം കണ്ടെത്തി അവരുടെ ബാക്കിയുള്ള ജീവിതം പ്രത്യാശപൂർണ്ണമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയ വികാരങ്ങൾ ഈശ്വര സന്നിധികൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഈശ്വരൻ നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും ചെറിയ സമയം കൊണ്ട് ഇവിടെ വന്ന കൂടിയിട്ടുള്ള വലിയ സന്തോഷം എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിരുന്നു. ജില്ലയിലെ ഗ്രാമീണ സമൂഹത്തിൽ വേദാന്തത്തിന്റെയും സനാതന ധർമ്മത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മീനങ്ങാടി നരനാരായണ അദ്വൈതാശ്രമം കാര്യദർശി സ്വാമി ഹംസാനന്ദപുരിയെ സ്നേഹ ബഹുമാനങ്ങളോടെ വേദമന്ത്ര ജപ സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപരിഷ്ഠരായ വന്ധ്യരെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നമസ്കാരം പറയുന്നു. നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ന് ഭാവാത്മകമായി ഒന്നായിരിക്കുകയാണ്. മനുഷ്യൻ്റെ ദുഃഖം അവനെ വാസ്തവത്തിൽ ഈശ്വരനോട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ പരസ്പരമുള്ള വേർതിരിവുകളൊക്കെ അകന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. എപ്പോഴാണോ മനുഷ്യൻ ദുഃഖം നഷ്ടപ്പെടുന്നത് അഥവാ ദുഃഖിക്കാൻ സമയമില്ലാതെ വരുന്നത്, ആ സമയത്ത് വീണ്ടും അവൻ വേർതിരിവുകളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇത് ലോകചരിത്രത്തിൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭാരതീയ ശാസ്ത്രങ്ങളിലെല്ലാം പലയിടത്തായിട്ട് ഈശ്വരനെ മറക്കാതിരിക്കാൻ എനിക്ക് ദുഃഖം തരണേ എന്ന് പ്രാർത്ഥിച്ച ആളുകളുടെയൊക്കെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അത് ദുഃഖിക്കാൻ വേണ്ടി മാത്രമല്ല, ഈശ്വര വിചാരം നഷ്ടപ്പെടുത്താതിരിക്കാൻ ആണ്. എന്തായാലും വയനാടിൻ്റേത് മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ വലിയൊരു ദുഃഖമായി വയനാട് മാറിയിരിക്കുകയാണ്. വേദാന്തത്തിൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സർവവും ഈശ്വരൻ തന്നെയാണ്, ആ ഈശ്വരൻ്റെ ചലനം തന്നെയാണ് ഇതെല്ലാം എന്ന് പറയുമ്പോൾ വലിയൊരു ആശ്വാസമാണ്. മനുഷ്യൻ എപ്രകാരം സ്വപ്നം കാണുന്നു, ആ സ്വപ്നത്തിൽ സകലത്തിനെയും കാണുന്നു, സകലത്തിനെയും അനുഭവിക്കുന്നു. ആ മനുഷ്യൻ തന്നെ സകലതുമായി എപ്രകാരം മാറുന്നുവോ അപ്രകാരം ഈ സകലതുമായി മാറിയിരിക്കുന്നത് ഒരേ പരമാത്മ ചൈതന്യമാണെന്നും സകലതുമായി മാറിയിട്ടുള്ള പരമാത്മ ചൈതന്യത്തിൽ തന്നെയാണ് സകല സൃഷ്ടിസ്ഥിതി സംഹാര വ്യവഹാരങ്ങൾ നടക്കുന്ന ദുഃഖവും ദുരിതവും സന്തോഷവും ആനന്ദവും എല്ലാം ഒരേ പരമാത്മാവിൻ്റെ പ്രത്യഭിന്നമായ ചലനങ്ങൾ മാത്രമാണെന്നാണ് ആത്യന്തികമായി വേദാന്തം നമ്മോട് പറയുന്നത്. എന്തായാലും നമ്മൾ ആ ഒരു ഉയർന്ന തലത്തിലൊന്നും അല്ലെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ട്, ദുരിതമുണ്ട്, അവയെല്ലാം നമ്മെ ബാധിക്കുന്നുമുണ്ട്. ആ അർത്ഥത്തിൽ ഈശ്വരന് മുമ്പിൽ നമ്മൾ കുമ്പിടുന്നു, പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. ദുഃഖ ദുരിതത്തിൽ നിന്ന് നമ്മൾക്ക് കരകയറണമെന്ന പ്രാർത്ഥനയോടെ. എല്ലാ മതങ്ങൾക്കും താത്വികമായൊരു വശവും പ്രായോഗികമായ മറ്റൊരു വശവും ഉണ്ടായിരിക്കും. ആ അർത്ഥത്തിൽ നാമും അഭിവന്ദ്യരായ മറ്റ് ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും ആധ്യാത്മിക പ്രബുദ്ധരുടെയും കൂടെ ഈ പ്രാർത്ഥനയിൽ ഒത്തുകൂടുകയാണ്. ക്ഷണിച്ച എന്നെ ഈ വേദിയിലേക്കും ഈ പ്രാർത്ഥനാ യോഗത്തിലേക്കും ക്ഷണിക്കാൻ കാണിച്ച മഹാമനസ്കതയ്ക്ക് ആദ്യമേ നന്ദി പറയുകയാണ്. വളരെ ദീർഘിപ്പിക്കുന്നില്ല, ഏതാനും ചില വേദശാന്തി പാഠങ്ങൾ ചൊല്ലിക്കൊണ്ട് കുറച്ച് സമയം ഇതിനു വേണ്ടി ഉപയോഗിക്കുക.
തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം യച്ഛന്ദസാം ഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോऽധ്യമൃതാत् സംബഭൂവ. സമേന്ദ്രോ മേധയാ ശൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം. ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമാ. കർണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണകോശോऽസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം വാഗ്മേ മനസി പ്രതിഷ്ഠിതാ മനോ മേ വാചി പ്രതിഷ്ഠിതം. ആവിരാവിർമയേധി വേദസ്യ മഹാണീസ്ഥഃ ശ്രുതം മേ മാ പ്രഭാസി. അനേനാഭീതേനാഹോരാത്രാൻ സന്ധതാമി. ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി. തന്മാവതു അവതു മാം അവതു വക്താരം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം കർണേഭിः ശൃണുയാമ ദേവാः ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസस्तनूभिः विषेम देवहितं यदायुः. स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नः साक्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु. ओम शांति शांति शांति. ओम यो ब्रह्माणं विदधाति पूर्वं यो वै वेदांश्च प्रहिणोति तस्मै तं तदेवात्मबुद्धिप्रकाशं मुमुक्षुर्वै शरणमहं प्रपद्ये. सपर्यगाच्छुक्रमकायमव्रणम् अस्नाविरञ्शुद्धमपापविद्धं कविर्मनीषी परिभूस्वयंभू. याथा तद्यतो अर्थान् व्यदधाच्चाच्युतिभ्यः समाभ्यः. ॐ शान्ति शान्ति शान्तिः. सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्. ॐ शान्ति शान्ति शान्तिः. ജീവൻ നഷ്ടപ്പെടുക എന്ന് അധ്യാത്മ ഭാഷയിൽ വാക്കില്ല. ശരീരം നഷ്ടപ്പെടുക എന്നാണ് പറയേണ്ടത്. എന്തായാലും ശരീരം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഹരിയോ. എല്ലാവർക്കും നമസ്കാരം. ബൈബിൾ പാരായണത്തിനും പ്രാർത്ഥനയ്ക്കുമായി SIC പ്രൊവിൻഷ്യൽ റെവറൻഡ് മദർ തേജസിനെ ക്ഷണിക്കുന്നു. 57-ാം സങ്കീർത്തനം. എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം
ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മരിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കരുണയും വിശ്വസ്തയും അയക്കും. ദൈവമേ, അങ്ങ് ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. മനോഹരമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനം ചെയ്ത് ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കുവാനായിട്ട് സർവ്വതുമൊരുക്കി ഞങ്ങളെ പരിപാലിക്കുന്ന കാരുണ്യവാനും സർവശക്തനുമായ ജഗത്പിതാവേ ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിരിക്കുന്ന ഈ സമയം ഞങ്ങളുടെയൊക്കെയും ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ഉരുൾപൊട്ടലും മഴയും മൂലം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒത്തിരി പേര് നഷ്ടമായിരിക്കുന്ന ഒരു സന്ദർഭം. മനോഹരമായി അവിടുന്ന് സംവിധാനം ചെയ്ത ശബ്ദമായി ഒഴുകുന്ന പുഴയും അതിൻ്റെ തീരവും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളും ജന്തുജാലങ്ങളും പക്ഷിമൃഗാദികളും എല്ലാം നഷ്ടമായിരിക്കുന്ന ഒരു സമയം. ദൈവമേ, അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് 107-ാം സങ്കീർത്തനം 19-20 വാക്യങ്ങളാണ്. അപ്പോൾ അവരുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. ദൈവമായ കർത്താവേ, പ്രഭാതം മുതൽ സായാഹ്നം വരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സന്തോഷവും ദുഃഖവും എല്ലാം പരസ്പരം പങ്കിട്ട് ഭവനങ്ങളിൽ കിടന്നുറങ്ങിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പലർക്കും പ്രഭാതത്തെ നൽകുവാൻ സാധിച്ചില്ല. അപ്രതീക്ഷിതമായ ഒരു സമയത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് അതിവേദനയോടെ നഷ്ടപ്പെട്ടവരെ ഓർത്തുള്ള വിലാപത്തോടെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയിരിക്കുന്നു. അധ്വാനിച്ചുണ്ടാക്കിയ ഭവനങ്ങളും അവരുടെ സ്വന്തമായിരുന്ന എല്ലാം നഷ്ടപ്പെട്ട് അവർ ഈ ലോകത്തിൽ നിന്നും കടന്നുപോയി. ആ പ്രിയപ്പെട്ടവരുടെ ആത്മശാന്തിക്ക് വേണ്ടി കാരുണ്യവാനായ കർത്താവേ, ജഗദീശ്വര, അങ്ങയുടെ മുമ്പിൽ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, 200-ലധികം 2000-ലധികം ജനങ്ങൾ 17 ക്യാമ്പുകളിലായി. എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദന മനസ്സും ശരീരവും ആത്മാവും തളർന്ന് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചുവെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിസ്സഹായരായി, ബലഹീനരായി, സങ്കടപ്പെട്ടവരായി, നുറുങ്ങിയ ഹൃദയവുമായി കഴിഞ്ഞുകൂടുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവമായ കർത്താവെ താങ്ങും തണലുമായി തീരുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ആയിരങ്ങളെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിന് നേരിട്ടിരിക്കുന്ന ആ മുറിവുകളെ അവിടുത്തെ സ്നേഹധൈര്യം കൊണ്ട് വെച്ച് കെട്ടി സുഖമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും വീണ്ടെടുക്കുമാവുന്നുള്ള വലിയ പ്രത്യാശയുടെ കിരണങ്ങൾ അവരുടെ മനസ്സുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുത്ത് സന്തോഷകരമായി ജീവിക്കുവാൻ അവർക്ക് കൃപയരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദുരിത ദുഃഖഭൂമിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സൈന്യങ്ങൾ ദിവസങ്ങളോളം അധ്വാനിച്ചുവല്ലോ. അവരെയൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയും അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ കർത്താവെ, ആരൊക്കെ ഈ ദുരിതഭൂമി സന്ദർശിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ചു അവരെയൊക്കെയും നന്ദി പറഞ്ഞ ഹൃദയത്തോടുകൂടി ഞങ്ങൾ ഓർക്കുന്നു. പ്രപഞ്ചനാഥനായ കർത്താവെ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഈ പ്രപഞ്ചത്തെ സമർപ്പിക്കുമ്പോൾ ഈ മനുഷ്യരായ ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ ആരുമല്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വിനയത്തോടും എളിമയോടും ദൈവാശ്രയ ബോധത്തോടും വലിയ വിശ്വാസത്തോടും കൂടി ഈ ഭൂമിയിൽ ജീവിച്ച് കൂട്ടായ്മ ബലപ്പെടുത്തി ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്ത് ദൈവത്തോടടുത്ത് ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുവാൻ ഈ ദുരന്തം ഞങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അങ്ങയുടെ മുമ്പിലേക്ക് ഈ ലോക ജനതയെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും വിനയത്തോടുകൂടി അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് കൃപാപൂർവ്വം കേട്ടുകൊള്ളണമേ. ആമീൻ. ബൈബിൾ സന്ദേശം നൽകുന്നതിനായി മലബാർ ഭദ്രാസനം മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ സ്റ്റെഫാനോസ് പിതാവിനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. സർവമത പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കുന്ന അഭിമന്യരായ ആചാര്യ ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹനിധികളായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും ആദ്യമേ തന്നെ സ്നേഹത്തിൻ്റെ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. മലയാളക്കര കണ്ട ഒരു മഹാദുരന്തത്തിൻ്റെ നടുക്കവും ഞെട്ടലും നമ്മൾ ആരിൽ നിന്നും അകന്നു പോയിട്ടില്ല. മേപ്പാടിക്കടുത്ത് ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ പൊട്ടിപ്പോയി ഇരുൾ വീണ ജീവിതങ്ങൾക്ക് ഇത്തിരി പ്രകാശം പരത്തി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണല്ലോ. ഉരുൾപൊട്ടി ജീവൻ പോയ ഓരോരുത്തരുടെയും മുമ്പിൽ ശിരസ് നന്ദിച്ച് പ്രണാമം അർപ്പിക്കും. ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ജീവനോപാധികൾ മുഴുവനും നഷ്ടപ്പെട്ടവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ നമുക്ക് ഒരു മനസ്സോടെ ഒത്തുചേരുകയും ചെയ്യും. രണ്ട് കാര്യങ്ങളാണ് ഈ ദുരന്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, നമ്മൾ ഒന്നുമല്ല എന്നത്. രണ്ട്, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളത്. പ്രകൃതിയുടെ മുമ്പിൽ മനുഷ്യരായ നമ്മളാരും ഒന്നുമല്ല എന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കപ്പെട്ടിരിക്കും. പ്രകൃതിയുടെ ഒരു ക്ഷോഭത്തിൻ്റെ മുമ്പിൽ എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറം മനുഷ്യരായ നമ്മളൊക്കെ ഒന്നാണെന്നും നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയും ഒരുപാട് സങ്കടപ്പെടുന്നവരുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രവർത്തിക്കുന്നവരുമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരായ നമുക്ക് ഈ രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നു. പ്രേ ആൻഡ് പേ ഫോർ വയനാട്. വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാനും വയനാട്ടിലെ മനുഷ്യരുടെ ജീവനോപാധികൾ വീണ്ടെടുത്ത് അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഉരുൾപൊട്ടി ഉള്ളുപൊട്ടിപ്പോയ മനുഷ്യരെ നമുക്ക് ചേർത്ത് പിടിക്കാം. നിങ്ങളാരും ഒറ്റയ്ക്കാവില്ല, ഉറപ്പായി ഞങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന സ്നേഹത്തിൻ്റെ വാക്കുകളുണ്ട്. ഈ പ്രാർത്ഥനാ സംഗമം നിരാശയിലും വേദനയിലും കഴിയുന്നവർക്ക് പ്രത്യാശ പകരുവാനും പ്രതീക്ഷയുടെ കൈത്തിരികൾ തെളിക്കുവാനും തക്കവണ്ണം സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്ന ഒരു ശ്വാസമത്ര. ഇതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. നമ്മൾ ഒന്നുമല്ല എന്ന ഒന്നാമത്തെ പാഠം. നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നതൊക്കെയും എനിക്കാണ് ചെയ്യുന്നതെന്ന ക്രിസ്തുവചനം. മാനവസേവ, മാധവസേവ എന്ന് പറയുന്നത് പോലെ ഈ ചെറിയവർക്ക് ചെയ്യുന്നതൊക്കെ ദൈവത്തിനാണ് ചെയ്യുന്നതെന്ന അറിവോടെ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കുവാനും ഈ പ്രാർത്ഥനാ സംഗമം നമ്മെല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഖുർആൻ പാരായണത്തിനും പ്രാർത്ഥനാ സന്ദേശം നൽകുന്നതിനുമായി ജില്ലാ
SKJM ജനറൽ സെക്രട്ടറി ശ്രീ ഹാരിസ് ബാബുവി കമ്പളക്കാടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരായിരം അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ സർവമത പ്രാർത്ഥനയിൽ ക്ഷണിച്ച ഇതിൻ്റെ ബന്ധപ്പെട്ട സംഘാടകർക്ക് ആദ്യമേ കൃതജ്ഞത രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം എൻ്റെ മുമ്പേ ഇവിടെ പ്രഭാഷണം നടത്തിയ ആചാര്യൻ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. വയനാട്, കേരളം, ഇന്ത്യ എന്നല്ല, ലോകം തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി നമ്മുടെ ഈ കൊച്ചു ജില്ലയിലെ കഴിഞ്ഞ തിങ്കളാഴ്ച അർദ്ധരാത്രിയിലുണ്ടായ ഉരുൾപൊട്ടൽ മാറിയിരിക്കുകയാണ്. മനുഷ്യരായ നാം ഒക്കെ ഒന്നാണ്. അതാണല്ലോ ഇവിടെ എൻ്റെ മുമ്പേ സൂചിപ്പിച്ച ആചാര്യന്മാരൊക്കെ പറഞ്ഞത്. ശാന്തിയും സമാധാനവും ഇത് തന്നെയാണ് വിശുദ്ധ ഇസ്ലാമും ഉയർത്തി കാണിക്കുന്നത്. അസ്സലാമു അലൈക്കും എന്നാണ് ഇസ്ലാമിൻ്റെ അഭിവാദന രീതി. നിങ്ങളുടെ മേൽ പടച്ച തമ്പുരാൻ്റെ അള്ളാഹുവിൻ്റെ കാരുണ്യം, രക്ഷ, സമാധാനം, ശാന്തി ഉണ്ടാവട്ടെ എന്നാണ് അതിനർത്ഥം. വിശുദ്ധ ഖുർആൻ പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയ ചില വചനങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ 96 മുതൽ 100 വരെയുള്ള വചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പ്രകൃതി ദുരന്തം എന്നുള്ളത് പ്രകൃതിയുടെ ആദ്യം മുതലേ ആരംഭിച്ചതാണ്. നമുക്കറിയാം, തൂഫാൻ, ജലപ്രളയം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത്, നോഹയുടെ കാലത്ത് തൂഫാൻ സംഭവിച്ചു. അങ്ങനെ തുടങ്ങി ഓരോ പ്രവാചകരുടെ കാലഘട്ടങ്ങളിലും സംഭവിച്ച, മൂസ പ്രവാചകൻ്റെ കാലത്ത് സംഭവിച്ച ജലപ്രളയം നമുക്കറിയാം. ഭൂകമ്പങ്ങളും കല്ലുമഴയും അട്ടഹാസങ്ങളുമൊക്കെ മുൻകാല പ്രവാചകന്മാർ ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ പ്രകൃതി ദുരന്തം നിങ്ങളെ വന്ന് ഭവിച്ചേക്കാം, നിങ്ങളിൽ പതിച്ചേക്കാം. നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രകൃതി ദുരന്തം നിങ്ങൾക്ക് വന്ന് ഭവിച്ചേക്കാം എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളൊന്നാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാം കേട്ട വിലാപങ്ങളൊക്കെ പടച്ചവനെ, ദൈവമേ, അല്ലാഹുവേ എന്ന ആർത്തനാദങ്ങളാണ്. അതിനിടയിലും ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളൊക്കെ ദൈവസന്തതികളാണ്, ദൈവത്തിൻ്റെ പ്രതിഭാസമാണ് പ്രപഞ്ചവും, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സംഭവങ്ങളുമൊക്കെ.
ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ. ദൈവം കാണുന്നില്ലേ? ദൈവം എവിടെ പോയി? എന്തേ ദൈവം വിളി കേൾക്കാത്തത്? എന്തേ ദൈവം ഇത് കേട്ടുകൊണ്ട് പരിഹാരം കാണാത്തത്? അതിനിടയിലും യുക്തിവാദികളും മതനിഷേധികളുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ ആ പ്രകൃതി ദുരന്തം നേരിട്ടത് ദൈവമേ എന്ന വിളിയുടെ കൂടെയായിരിക്കും. നമുക്ക് മനസ്സിലാക്കിയതുപോലെ തന്നെ നാം ദൈവത്തോട്, അള്ളാഹുവിനോട്, ക്രിസ്തുവിനോട്, യേശുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന ഇന്ന കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോൾ അതൊക്കെ തരിക എന്നുള്ളത് ദൈവത്തിൻ്റെ ജോലിയല്ലല്ലോ. നാം ദൈവത്തിൻ്റെ അടിമകളാണ്. ദൈവം നമ്മുടെ അടിമയല്ല, ദൈവം നമ്മുടെ വേലക്കാരനുമല്ല. നാം ഇഷ്ടപ്പെടുന്നത് പോലെ, നാം പ്രതീക്ഷിക്കുന്നതൊക്കെ, നാം ചോദിക്കുന്നതൊക്കെ തരിക എന്ന ദൈവത്തിൻ്റെ ഡ്യൂട്ടിയല്ലല്ലോ. ദൈവത്തിൻ്റെ തീരുമാനം ഇത്തരം പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കലായിരിക്കാം. ഇതിലൊക്കെ മനുഷ്യരായ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരുപാട് പാഠങ്ങൾ നൽകുന്നു ഈ പ്രതിഭാസങ്ങളൊക്കെ. ശാസ്ത്രീയ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, വമാ അസ്വാബത്തുഹും മിൻ മുസീബത്തിൻ ഇല്ലാ ബിമാ കസബത് അയ്ദിൻ നാസ്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ആപത്തുകൾ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ മനുഷ്യ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. മനുഷ്യ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആപത്തുകളൊക്കെ എന്ന് വിശുദ്ധ ഖുർആൻ പ്രപഞ്ചനാഥൻ തന്നെ പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ഒരു വേള നാം ചിന്തിക്കുക. 4 വർഷങ്ങൾക്ക് മുമ്പ് പുത്തുമലയിൽ പ്രളയമുണ്ടായി, ദുരന്തമുണ്ടായി. ആ ഒരു പ്രദേശം തന്നെ ഇല്ലാതായി. ആ 4 വർഷങ്ങൾക്കിപ്പുറം, ആ 4 വർഷത്തിൻ്റെ ഇടവേളയിൽ മനുഷ്യരായ നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം ഒരു വേള ആലോചിക്കും. ദൈവത്തിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള പ്രചോദനമാണ് ഇത്തരം പ്രതിഭാസങ്ങൾ നമ്മെ നയിക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ആ ആർത്തനാദങ്ങൾക്കിടയിൽ, വിലാപങ്ങൾക്കിടയിൽ മണ്ണോട് ചേർന്ന 100 കണക്കിന് മനുഷ്യജന്മം, അതിൻ്റെ ഭീകരത, അതിൻ്റെ ഭയാനകത നാം മനസ്സിലാക്കി. ഈ കഴിഞ്ഞ 4 ദിവസവും മേപ്പാടിയിലും ചൂരൽമലയിലും ഒക്കെ സന്ദർശിക്കുകയും കഴിയാവുന്ന രീതിയിലൊക്കെ ഇടപെടുകയും ചെയ്ത ഒരു വ്യക്തി എന്ന രീതിയിൽ കരളലിയിപ്പിക്കുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന, ഞെട്ടലോടെയല്ലാതെ ഓർക്കാൻ കഴിയുന്നു ഒരു വേള മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിയാത്ത, ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അത്രയും ഭയാനകതകളെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 10-20 കിലോമീറ്റർ മൃതദേഹങ്ങൾ ഒഴുകുകയാണ് നിലമ്പൂരിലേക്ക്. 300 മീറ്റർ താഴ്ചയിലേക്കാണ് വെള്ളം ചാടുന്നത് വയനാട്ടിൽ നിന്ന് നിലമ്പൂരിലേക്ക്. ആ പുഴയുടെ തീരത്ത് എത്തിക്കൊണ്ട് അവിടെ നിന്ന് 300 താഴ്ചയിലേക്കാണ് മൃതദേഹങ്ങൾ വീണുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കേട്ടല്ലോ, ആന്തരിക അവയവങ്ങൾ, കിഡ്നി പോലും വേറെ സെപ്പറേറ്റായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര അതിഭയാനകരമായ ഒരു പ്രകൃതി ദുരന്തം കൊണ്ടാണ് പ്രപഞ്ചനാഥൻ നമ്മെ പരീക്ഷിച്ചത്. ഈ പരീക്ഷണം അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആരോ രസികൻ പറഞ്ഞതുപോലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി, മഴ പോയി, വെള്ളമൊക്കെ വറ്റി തുടങ്ങി, ഇനി ചളി അവശേഷിക്കുകയാണ്. പരസ്പരം ചളിവാരി എറിയാനുള്ള അവസരമായി ഉപയോഗപ്പെടുത്താതെ ഈ ദുരന്തത്തിൽ നിന്ന് പാഠങ്ങൾ കൊണ്ടുകൊണ്ട് ശിഷ്ടജീവിതം നന്നാക്കുവാനാണ് ശേഷിപ്പുള്ള നമ്മുടെ കർത്തവ്യം, നമ്മുടെ കടമയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ഭയാനകരമായ ആ പ്രകൃതി ദുരന്തത്തിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ അതിൽ ബാധിച്ച് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും, സർവമതസ്ഥർക്കും പ്രപഞ്ചനാഥനായ അല്ലാഹു കാരുണ്യം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട്
പരിക്കുപറ്റി ആരോരുമില്ലാതെ ഉറ്റവരും ഉടയവരുമില്ലാതെ എവിടെ അഭയം തേടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാർക്ക് പടച്ച തമ്പുരാൻ കാരുണ്യം വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ എന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രബലമായ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന ആ അധ്യായം ഓതിവിട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്ദി. ജയ് ഹിന്ദ്. വചനഗാനം ആലപിക്കുന്നതിനായി അസംഷൻ കൊയറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ദൈവമേ, ഞങ്ങളുടെ സങ്കടങ്ങളിലും വേദനകളിലും അങ്ങ് കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ അങ്ങേ കൈകൾ നീട്ടണമേ. ഞങ്ങളെ നയിച്ച് അങ്ങ് മുമ്പേ നടക്കേണ്ടത്. ഈശ്വരായ
ഈശ്വരനെ നീ വിധിക്കേണം. സർവമത പ്രാർത്ഥനാ സംഗമത്തിലെ കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി റവറൻ ഫാദർ വിൻസെന്റ് പുതുശ്ശേരി അച്ഛനെ സ്നേഹ ആദരവുകളോടെ ക്ഷണിക്കുന്നു. ബത്തേരി രൂപതാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോസഫ് തോമസ് മെത്രാപ്പൊലീത്ത, ഈവറീസ് മാർ സ്റ്റെഫാനോസ് മെത്രാപ്പൊലീത്ത, ശ്രീ ഹംസാനന്ദപുരി സ്വാമിജി, ശ്രീ ഹാരിസ് ഭാക്കവി, സദസ്സിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മന്ദിരായ വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, കേരളീയരെ ലോകത്തെവിടെയാണ് ആയിരുന്നാലും മുറിവേറ്റ മനസ്സോടും പിടയുന്ന ആത്മാവോടും ഹൃദയഭേദകമായ നൊമ്പരത്തോടുകൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ. ഒന്നുകൂടി കണ്ണീരിൽ പൊഴിക്കാത്ത ഒരു മലയാളി ലോകം എവിടെ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അത്രയും ഹൃദയഭേദകമാണ് ചൂരൽമല മുണ്ടക്കൈ വേനാടിലൂടെ നടന്ന ആ വലിയ ദുരന്താനുഭവം. ഞാൻ 2 ദിവസം മുമ്പ് കോളേജിൽ സ്റ്റാഫുമായിട്ട് സെൻറ് ജോസഫ് സ്കൂളിൽ പോയിരുന്നു. ഈ കളക്ഷൻ സെൻറ്ററിൽ, റിലീഫ് കളക്ഷൻ സെൻറ്റർ, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ ഞാൻ കണ്ടു പല ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും വാഹനങ്ങൾ, ലോറികളിൽ ഇതിനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, പായ, കലയില, മരുന്ന്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഭൗതികമായിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ സാധിച്ചു. പക്ഷേ അവരുടെ ഹൃദയത്തിന് നൊമ്പരം, ജീവിതവും നഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം ഈ ഭൗതിക സാഹചര്യം ഒരിക്കലുകൊണ്ട് മാറ്റാൻ സാധിക്കില്ല. അവിടെയാണ് ഈ സർവമത പ്രാർത്ഥനാ സംഗമത്തിൻ്റെ പ്രസക്തി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ വന്നതിനേക്കാൾ ശാന്തമായ മനസ്സോടുകൂടിയാണ് ഇപ്പോൾ ആയിരിക്കുക. പ്രക്ഷുബ്ധമായ നമ്മുടെ മനസ്സ്, ടർബുലന്റ് മൈൻഡ് ശാന്തമായിരിക്കുക. ഇങ്ങനൊരു വേദിക്ക് സാഹചര്യം ഒരുക്കിയത് അഭിമന്യ ജോസഫ് തോമസ് തിരുമേനിയുടെ ഒരു കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലി ഹിന്ദുവും മുസ്ലിമാനും ക്രൈസ്തവനും പാർസിയും ജൈനൊക്കെ എല്ലാം ഒരേ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രാർത്ഥന സംഘടിപ്പിക്കുവാൻ ആലോചിച്ചത്. അഭിനന്ദാവിനെ വിടപ്പെടുന്നതിൻ്റെ പേരിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ നന്ദി രക്ഷപ്പെടുത്തുകയാണ്. വളരെ ഷോർട്ട് നോട്ടീസിലായി നമുക്കറിയാം, ഏതാനും മണിക്കൂറുകളെ കിട്ടിയുള്ളൂ പ്രോഗ്രാം കാണിച്ചു വന്നിട്ട്. ഇന്നാണ് ഞായറാഴ്ച തിരക്കാണ്. പെട്ടെന്ന് ഓരോരുത്തർ കോൺടാക്ട് ചെയ്തു. നമ്മുടെ ശ്രീ സ്വാമിജി ഹംസാനന്ദപുരി, ശ്രീ ഹാരിസ് ഭാക്കവി, ഇവരെ വളരെ പെട്ടെന്ന് അതുപോലെ അഭിമന്യ സ്റ്റെഫാനോസിന് വേണ്ടി ഒരു മടിയും കൂടാതെ ഇത് ഇന്നത്തെ ഇപ്പോഴത്തെ ആവശ്യമാണ് എന്ന താല്പര്യത്തോടുകൂടി ഒറ്റ പ്രാവശ്യം ഫോൺ വിളിച്ചുള്ളൂ. വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയായിരുന്നു. വന്ന് വളരെ മനോഹരമായിട്ടുള്ള വേദ പാരായണവും മനോഹരമായ സന്ദേശം നൽകി ഈ സദസ്സിനെ ധന്യമാക്കിയ അഭിമന്യ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെ ആമുഖ പ്രസംഗവും സ്റ്റെഫാനോസ് തിരുമേനിയുടെ വചന പ്രഘോഷണവും അതുപോലെ സ്വാമി ഹംസാനന്ദപുരി, ശ്രീ ഹാരിസ് വാക്വി ഇവരുടെ
മനോഹരമായ സന്ദേശവും ഈ സദസ്സിനെ അനുഗ്രഹീതമാക്കിയിട്ടുണ്ട്. അവർക്കെല്ലാം ഏറെ സ്നേഹത്തോടെയാണ് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കിവിടെ സ്വാഗതം ചെയ്തത് വലിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കീപ്പള്ളി അച്ഛനാണ്, രൂപതയുടെ വികാരി ജനറൽ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വിവിധ ദേവാലയങ്ങൾ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർ പൂമലയിൽ പോരാൻ പ്രസക്ഷൻ, നമ്മുടെ അസംഷൻ തോരണ വികാരി വലിയ ബഹുമാനപ്പെട്ട തോമസ് മണക്കുന്നിലച്ഛൻ, നമ്മുടെ ജില്ലാ പ്രോട്ട വികാരി ജേക്കബ് അച്ഛൻ, അവർ മറ്റു നിരവധി വൈദികർ എത്തിച്ചത് നമ്മളെല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വചനം വായിച്ച് മനോഹരമായ പ്രാർത്ഥന നൽകിയ പ്രൊവിൻഷ്യൽ മദർ തേജസ്സിന് നമ്മളെല്ലാവരും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരൻ ഇവിടെയുണ്ട്. നമ്മുടെ ശ്രീ ഖാദർ പട്ടാമ്പി എന്നോടൊപ്പം ഇതിനെ സഹകരിച്ച് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാളാണ്. കർഷകരുടെ പ്രസിഡന്റ് ശ്രീ PM ജോയ്, ആളുകളെ വിളിക്കാനും കോൺടാക്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അതുപോലെ ജേക്കബ് അച്ഛൻ, നമ്മുടെ ഡോക്ടർ ലക്ഷ്മണൻ, ശ്രീ ഗോപാലപിള്ള, ഈ സഹോദരനൊക്കെ ഏറെ സ്നേഹത്തോടെ എത്തിയിരിക്കുക. അവരെല്ലാവർക്കും ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട വൈദികർ നിരവധിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ എക്യുമെനിക്കൽ ഫോറം, അത് വേറെ പ്രോഗ്രാം വെച്ചിരുന്നതായിരുന്നു. അത് ഈ പ്രോഗ്രാം എപ്പോഴും അത് മാറ്റി വെച്ചില്ല, ഇനി സമയം നീട്ടി വെച്ചു ഉടനെ അവർ പോവുകയാണ്. അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുനിൽ അച്ഛനും അതിലെല്ലാ അംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. മനോഹരമായിട്ടുള്ള ഭജനം ആരംഭിച്ച നമ്മുടെ അസംഷൻ കോയർ ഷിനോജ്, അതുപോലെ ഹെവൻലി, അവർക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. വിവിധ സംഘടനകളിൽ നിന്നും MCA, MCYM, MCMF അങ്ങനെയുള്ള സംഘടനകൾ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. പിന്നെ സമീപപ്രദേശത്തെ എല്ലാ ഇടവുകളിൽ നിന്നും സഹോദരങ്ങൾ എത്തിയിട്ടുണ്ട്. പൂമലയിൽ നിന്നും വിൻസെൻ്റ് ഒക്കെ വളരെ കാര്യമായിട്ടുള്ള സഹകരിക്കുന്ന ആളുകളാണ്. അത് ബഹുമാനപ്പെട്ട ജെയിംസ് സെക്രട്ടറി അച്ഛനുണ്ട്, മാനന്തവാടിയിൽ വരുന്നതാണ്. അങ്ങനെ ഒത്തിരി പേര്, അവർക്കെല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ഓഡിറ്റോറിയം ഇവിടെ സജ്ജമാക്കിയത് അൽഫോൻസ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളാണ്. നമ്മുടെ റോയ് സാറിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ തോമസ് സാറിൻ്റെ നേതൃത്വമൊക്കെ അവർക്കെല്ലാവരും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കലൂടെ എല്ലാവർക്കും, നമ്മുടെ അസൈനാ സാറുണ്ട്, എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ബ്രദേഴ്സ്, ബിഷപ്പ് തോസം അച്ഛന്മാരെ, ചാക്കോച്ചൻ തുടങ്ങിയ അച്ഛന്മാരെ, ജോണച്ചൻ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി പേര് അച്ഛന്മാർ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഞായറാഴ്ച കൊണ്ട് പ്രീ പ്ലാൻ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഇത്രയും ക്യാബിനറ്റ് ഇവിടെ എത്തിച്ചേർന്ന കഴിഞ്ഞ രാത്രിയൊക്കെയാണ് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തത്, ലേറ്റ് നൈറ്റൊക്കെയാണ് കൊടുത്തത്. എങ്കിലും ഈ പ്രാർത്ഥനയുടെ അഭ്യുരാവ് ഇങ്ങനെ വിഭാവനം ചെയ്ത ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മറ്റെല്ലാ പ്രോഗ്രാംസും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചത് എല്ലാവർക്കും, കോലപ്രസിഡന്റ് അച്ഛൻ, പോയി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥനമായി നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. അധികമായിട്ടുള്ള പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, മരിച്ചവർക്ക് പ്രത്യേകം ആത്മശാന്തിക്ക് പ്രാർത്ഥിക്കുകയും ജീവൻ നഷ്ടപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ദൈവം തന്നെ തുണയാകട്ടെ, ആശ്വാസം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.